ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ 3-ാം സഹസ്രാബ്ദത്തിലേക്ക് എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ പ്രത്യേകമായി ഒരുങ്ങണം. അത് ജീവിക്കുവാൻ വേണ്ടി പ്രത്യേകമായി കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ വിശ്വാസികളോടും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് പറയുന്നത്, അതിനു വേണ്ടുന്ന പ്രകാശം നമ്മൾക്ക് ആവശ്യമുണ്ട്, സഹായം നമ്മൾക്ക് ആവശ്യമുണ്ട്. പ്രകാശം ലഭിക്കുവാനും സഹായം ലഭിക്കുവാനും നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് പ്രത്യേകമായി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. 2025 ജൂബിലി വർഷമാണ്. ഈ ജൂബിലി വർഷത്തിന് വേണ്ടി നമ്മൾ നന്നായി ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. നന്നായി ഒരുങ്ങുകയും അതുപോലെ തന്നെ പ്രവർത്തന നിരതമാകാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന പ്രകാശവും സഹായം ലഭിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുവാൻ വേണ്ടി തുറന്നിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യമായി ജോൺ ബോൾ മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരമാണല്ലോ: പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായി നമ്മളെ ഹൃദയം തുറന്നു കൊടുക്കുക. അപ്പോൾ ഈ കാലഘട്ടത്തിന് ആവശ്യമായ രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കും. പഴയ ഓരോ പ്രവർത്തന മേഖലകളും ചെയ്തുകൊണ്ടിരിക്കുവാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ ആത്മാവ് കാണിച്ചു തരുന്ന പുതിയ പ്രവർത്തന മേഖലകൾ ഉണ്ടാകാം. അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. സഭയെ പടുത്തുയർത്തുന്നതായിരിക്കണം. എല്ലാ വ്യക്തി ജീവിതത്തിലും യേശുവിൻ്റെ സാന്നിധ്യവും ത്രിത്വത്തിൻ്റെ സഹവാസവും ഉണ്ടാകുവാൻ വേണ്ടി ഉള്ള കാര്യങ്ങളായിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കാം. അവിടുത്തെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മളെ എവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.